ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഞങ്ങളിതാ പോണത് നമ്മൾ തൊട്ടടുത്തുള്ള ഒരു റിസോർട്ടാണ്, നിർവൃതി പറയും. അപ്പോൾ അതിലേക്കാണ്, അത് കാണാൻ, അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ ഞാനും ഉണ്ട്, അച്ഛനും ഉണ്ട്, നന്ദുമോനും ഉണ്ട്, പിന്നെ അമ്മ ദേവുട്ടി. അപ്പോൾ ഞങ്ങൾ മാങ്ങ പെറുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് പോക്കാണ്. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ അപ്പോൾ നിങ്ങളെയൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ കല്യാണ മണ്ഡപവും പിന്നെ ഹോം സ്റ്റേയും ഒക്കെ ഉണ്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ള പൂക്കളും ചെടികളൊക്കെ വെച്ച് നല്ല വൃത്തിക്ക് കൊണ്ട് നടക്കുന്നതാണ് അവരുടെ ഈ റിസോർട്ട്. അപ്പോൾ അത് ആദ്യം പണ്ടുള്ള ഒരു തറവാടായിരുന്നു കേട്ടോ. അപ്പോൾ ആ തറവാട് അവർ പഴമ നഷ്ടപ്പെടാതെ തന്നെ അവർ പുതുക്കിയിട്ട് പുതിയ രീതിയിലാണ് ഇനി, പക്ഷേ നല്ല പഴമയിൽ ആണത് കൊണ്ട് നടക്കുന്നത്. അപ്പോൾ അവിടെ എത്ര പേർക്ക് വേണമെങ്കിൽ അവിടെ ഹോം സ്റ്റേ ഉണ്ട്. അപ്പോൾ ഫുഡൊക്കെ അവർ നമുക്ക് വേണ്ടത് അവിടെ നിന്ന് തന്നെ ഉണ്ടാക്കി തരും. പിന്നെ അടിപൊളി ഒരു കുളമുണ്ട്. അപ്പോൾ ആ കുളത്തിൽ നമുക്ക് നീന്താനോ അങ്ങനെ എന്തിനു വേണമെങ്കിലും അത് പറ്റും. അപ്പോൾ ഇത് രാത്രിക്ക് വരണം കേട്ടോ ഇവിടെ കാണാൻ. രാത്രിയാണെങ്കിൽ ലൈറ്റൊക്കെ ഇട്ടിട്ട് അടിപൊളിയാണ്. അപ്പോൾ രാത്രി ഇനി നമുക്ക് വേണമെങ്കിൽ പിന്നെ ഒരു ദിവസം നമുക്ക് വീഡിയോ എടുക്കാം. അപ്പോൾ 2 പട്ടിക്കുട്ടന്മാരുണ്ട് അവിടെ, 2 3 ഉണ്ട്. അപ്പോൾ ഇത് പാവാണ് കേട്ടോ. അപ്പോൾ നല്ല ഇണക്കാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയല്ലേ. അപ്പോൾ നമ്മുടെ നന്ദുവിനെയൊക്കെ പിടിച്ചൊതുക്കി ഞാൻ ഫോട്ടോ എടുക്കാനിരിക്കുമായിരുന്നു. നമ്മുടെ അനുവാണ് വീഡിയോഗ്രാഫർ. അപ്പോൾ ഇതാട്ടോ കുളം, നല്ല സൂപ്പർ കുളമാണ്. അപ്പോൾ നമുക്ക് നിലം വരെ കാണും, അങ്ങനത്തെ കുളമാണ്. അപ്പോൾ ഈ കുളത്തിൻ്റെ അവിടെ ഒരു ഏർമാടം, നമ്മൾ പണ്ടത്തെ സിനിമയിലൊക്കെ ഉണ്ടല്ലേ ഏർമാടമൊക്കെ. അപ്പോൾ അവിടെ പോയിട്ട് ചായ കുടിക്കാനോ കാറ്റ് കൊള്ളാനോ ഒക്കെ നല്ല സൗകര്യമാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് നമ്മളെ പണ്ടത്തെ മച്ചൊക്കെ ഉള്ള വീടില്ലേ, അതുതന്നെയാണ്. ഇതൊക്കെ പുതിയത് ഉണ്ടാക്കിയതാട്ടോ. പണ്ടത്തെ അതിൽ തന്നെ ഒരു പുതിയ തനിമ കൊണ്ടുവന്നിട്ട്. അപ്പോൾ നല്ല ഭംഗിയാണ് അതിൻ്റെ ഉള്ളൊക്കെ കാണാൻ. ഫുൾ AC, എല്ലാ റൂമിലും AC ഒക്കെയാണ്. അപ്പോൾ നമ്മളിതാ ഓരോന്ന് കാണാൻ വേണ്ടി നന്ദുമോൻ 2 കൈയും പിടിച്ചിട്ടാണ് നടക്കുന്നത്, അല്ലെങ്കിൽ അതും ഇതൊക്കെ വലിക്കലോ. അപ്പോൾ അവരത് കാശ് കൊടുത്ത് വാങ്ങിയതാണല്ലോ. അപ്പോൾ നമ്മുടെ നന്ദുമോൻ ഇങ്ങനത്തെയൊക്കെ കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. പക്ഷെ അവിടെ പോയാലും വെയിറ്റ് ചെയ്യൽ മാത്രം നടക്കില്ല. അപ്പോൾ അതിൻ്റെ മുകളിൽ മച്ചൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ മുകളിൽ റൂമുകളാണ്. അപ്പോൾ അച്ഛൻ പറയാണ്, അച്ഛൻ്റെ കുട്ടിക്കാലത്ത് ഇതൊക്കെ മറ്റേ നിലവറയും പത്തായമൊക്കെ അല്ലേ, അരിയൊക്കെ സൂക്ഷിക്കണ പത്തായം, അതൊക്കെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമുക്ക് ഓരോ വിവരങ്ങളും ബാത്റൂമൊക്കെ കണ്ടിട്ട് നമ്മൾ ഞെട്ടിപ്പോവും. അപ്പോൾ നന്ദുമോനെ വെള്ളത്തിൻ്റെ ഒരു ആശാനാണല്ലോ. അപ്പോൾ അങ്ങോട്ട് പോവാതൊക്കെ ശ്രദ്ധിച്ച് ഞങ്ങളിതാ കയറുകയാണ്. അപ്പോൾ അവന് ഒറ്റയ്ക്ക് സ്റ്റെപ്പ് കയറാനൊക്കെ നന്നാ മിടുക്കാം കേട്ടോ. ഒറ്റയ്ക്ക് കയറി ഇറങ്ങുക, ലൈറ്റ് ഇടുക, സ്വിച്ച് ഇടുക, അങ്ങനെയൊക്കെ ചെയ്യും. അതിനൊന്നും യാതൊരു കുഴപ്പമില്ല. അപ്പോൾ അതിൻ്റെ ഉൾഭാഗങ്ങളാണ് ഇതൊക്കെ കണ്ടോ. പണ്ടത്തെ മച്ച് അതൊക്കെ അവർ പുതുക്കിയതാണ്, ഇപ്പോഴത്തെ ഇതിലാണ് ഫാബ്രിക്കേഷൻ ചെയ്തെടുക്കണമൊക്കെ. ഇത് പണ്ടത്തെ മഞ്ച കേട്ടോ. നമ്മൾ അരി സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കില്ലേ, അതാണിത് മഞ്ച. മഞ്ചാന്ന് തന്നെ പറയാൻ തോന്നണു. അപ്പോൾ ഓരോ റൂമുകൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോന്ന് കാണിച്ചു തന്നതാണ് എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ അതിൻ്റെ മുകളിലേക്കാണ് കയറി നോക്കുകയാണ്. അപ്പോൾ ഞാൻ നന്ദുമോനെയും കൊണ്ട് കയറിയില്ല. അപ്പോൾ അവൻ അതിൻ്റെ മുകളിൽ കയറിയ ആകെ ഒരു റൂം, ചെറിയ റൂം പോലെയാണ്. അപ്പോൾ മഞ്ച ഞാൻ ഒന്നുകൂടിയും കാണിച്ചു തന്നതാണ്. അപ്പോൾ വീഡിയോ കോളിൽ പ്രത്യൂഷ കേട്ടോ. അവനെ ഒന്ന് കാണിച്ചു കൊടുത്താണ്. ഞങ്ങളിപ്പോൾ അവിടെയാണ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുത്താണ്. അപ്പോൾ എല്ലാ സൗകര്യം ഉണ്ട്. അടുപ്പടക്കം അവിടെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് തന്നെ പാചകം ചെയ്ത് കഴിക്കുക. അങ്ങനെ എല്ലാ സൗകര്യവും ആ വീട്ടിലുണ്ട്. വീടല്ല, 2-3 തരം വീടാണ്. 2 തരം വീടാണ് അവിടെ. ഒന്ന് പത്തായപ്പുര പറയും, പിന്നൊന്ന് തറവാട്. അങ്ങനെ 2 തരം റൂം. പിന്നെ ഓഡിറ്റോറിയമൊക്കെ ഇപ്പം ഉണ്ടാക്കിയതാണ് പുതിയത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ കല്യാണങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതൊക്കെ ഇപ്പം ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇവിടുന്ന് തുറന്നാൽ നല്ല വ്യൂ ആണ്.
പാടവും നല്ല മഴക്കാലത്തൊക്കെ വരണം, നല്ല പച്ചപ്പും ഒക്കെ ആയിട്ടാണ്. അപ്പം ഇനി നിങ്ങൾക്ക് ഇഷ്ടാവുമെന്ന് വിചാരിക്കണു നമ്മുടെ വീഡിയോസൊക്കെ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണണം, കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ. നമ്മുടെ ഈ നന്ദുമോനെയും വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ഓരോ വീഡിയോസൊക്കെ എടുക്കുന്നത്. ഇത് തുടങ്ങുക യൂട്യൂബ് എന്ന് പറഞ്ഞ് നടക്കുമെന്നല്ല, എന്നാലും നമ്മൾ എവിടേക്കെങ്കിലുമൊക്കെ പോകുമ്പോൾ ഞാൻ എപ്പോഴും മറക്കും വീഡിയോ ഒക്കെ എടുക്കാൻ. വീഡിയോ എടുത്തിട്ട് ആരെങ്കിലും പറയുമ്പോഴാണ് അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഓർമ്മ. അപ്പോഴാണ് ഈ വീഡിയോ ഒക്കെ എടുക്കണത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇപ്പോൾ ഇത് അവസാനിക്കാറായിട്ടോ. അപ്പോൾ നമ്മുടെ ഈ റിസോർട്ടുള്ളത് വെള്ളിയാടാണ് കേട്ടോ, വെള്ളിയാട്. അപ്പോൾ വെള്ളിയാട് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയണ്ടാവില്ല, വരിക്കാശ്ശേരി മന റോഡ് നേരെ വെള്ളിയാടാണ്. വെള്ളിയാട് അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ അവിടെയാണ്, മൂക്ര അമ്പലം പറയും, അവിടെയാണ് റിസോർട്ട്. നിങ്ങൾ ആരെങ്കിലും വരുമ്പോഴൊക്കെ ഈ റിസോർട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഓക്കെ, ബായ്.